പ്രഥമ സൂപ്പർ ലീഗ് കേരളയിൽ ടീമിനെ സ്വന്തമാക്കി മലയാളികളുടെ പ്രിയ താരവും ഇന്ത്യൻ വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസൺ. കേരളത്തിലെ കാൽപന്തുകളിയുടെ സ്വന്തം തട്ടമായ മലപ്പുറത്ത് നിന്നുള്ള മലപ്പുറം FC-യുടെ സഹ ഉടമകളിലൊരാളായാണ് അദ്ദേഹം മാറിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതേക്കുറിച്ച് അഭ്യൂഹങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ ഇത് യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. സഞ്ജു തന്നെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഇക്കാര്യം ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത്. വെൽക്കം സഞ്ജു സാംസൺ. കോ ഓണർ ഓഫ് മലപ്പുറം FC എന്ന് കുറിച്ച ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം പുറത്തുവിട്ടത്. മലപ്പുറം FC-യുടെ ഔദ്യോഗിക പേജിലും ഇത് പങ്കുവച്ചിട്ടുണ്ട്. ക്രിക്കറ്റിൽ നിന്നും ഫുട്ബോളിലേക്കുള്ള സഞ്ജു സാംസണിൻ്റെ അപ്രതീക്ഷിത വരവ് ആരാധകരെയും ത്രില്ലടിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ റോളിനെ ഏറെ ആവേശത്തോടെയാണ് കാണുന്നതെന്നാണ് അവർ പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ സഞ്ജുവിൻ്റെ ഈ നീക്കത്തെ ചിലർ ട്രോളുകയും ചെയ്തിട്ടുണ്ട്. സഞ്ജു സാംസൺ ഇനി ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യും. കാരണം മോശം പ്രകടനങ്ങൾ കാരണം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇനി ഇന്ത്യൻ ടീമിനൊപ്പം അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിക്കില്ലെന്നായിരുന്നു പരിഹാസത്തോടെയുള്ള ഒരു പ്രതികരണം. സൂപ്പർ ലീഗ് കേരളയിൽ മലപ്പുറം FC ടീമിനു വേണ്ടി സഞ്ജു സാംസൺ ഇനി ഫുട്ബോൾ കളിക്കാൻ ആരംഭിക്കുകയാണെങ്കിൽ ഒരു ക്യാപ്റ്റനും അദ്ദേഹത്തെ പ്ലേയിങ് 11-ൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കില്ലെന്നായിരുന്നു മറ്റൊരു പ്രതികരണം. ഫുട്ബോളിൽ ഉടമകളുടെ നിരയിലേക്ക് വന്ന ഇന്ത്യൻ ക്രിക്കറ്റർമാരുടെ ലിസ്റ്റിൽ ഇതോടെ സഞ്ജു സാംസണും ഇടം നേടിയിരിക്കുകയാണ്. ഇന്ത്യയുടെ മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ MS ധോണി, മറ്റൊരു മുൻ ഇതിഹാസ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി, ബാറ്റിംഗ് ഇതിഹാസം വിരാട് കോഹ്ലി എന്നിവരെല്ലാം ISL-ൽ വിവിധ ടീമുകളുടെ സഹ ഉടമകളാണ്. സൂപ്പർ ലീഗ് കേരളയിലേക്ക് വന്നാൽ സഹ ഉടമയായ മൂന്നാമത്തെ സെലിബ്രിറ്റിയാണ് സഞ്ജു. പ്രശസ്ത നടനും സംവിധായകനുമായ പൃഥ്വിരാജ് സുകുമാരൻ, നടൻ നിവിൻ പോളി എന്നിവർ നേരത്തെ തന്നെ സഹ ഉടമകളാണ്. ഫോർസ കൊച്ചി FC-യുടെ സഹ ഉടമകളിലൊരാളാണ് പൃഥ്വിരാജ്. എന്നാൽ തൃശൂർ മാജിക് FC-യുടെ സഹ ഉടമയാണ് നിവിൻ. സൂപ്പർ ലീഗ് കേരളയിൽ ജയത്തോടെ തന്നെ ഈ സീസൺ ആരംഭിച്ചിരിക്കുകയാണ് മലപ്പുറം FC. ശനിയാഴ്ച കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന സീസണിലെ കന്നി മത്സരത്തിൽ ഫോർസ കൊച്ചി FC-യെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് മലപ്പുറം തകർത്തുവിട്ടത്. 6 ടീമുകളാണ് ISL മാതൃകയിലുള്ള ഫ്രാഞ്ചൈസി ലീഗിലുള്ളത്. കാലിക്കറ്റ് FC, കണ്ണൂർ വാരിയേഴ്സ് FC, തിരുവനന്തപുരം കൊമ്പൻസ് FC, മലപ്പുറം FC, ഫോർസ കൊച്ചി FC, തൃശൂർ FC എന്നിവയാണ് ടീമുകൾ.